ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നിയോഗ പ്രാർത്ഥനയുടെ 24-ാമത്തെ ദിവസമാണ്. ഈ 24 ദിവസവും ദൈവം ഒരുക്കിയ സന്തോഷത്തിൻ്റെ നാളുകൾ ആയിരുന്നു. ഇതിലൂടെ കേൾക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ അത്ഭുതമുള്ളതാണ്, അടയാളം തന്നെയാണ്. ദൈവം ഇടപെട്ട സമയം തന്നെയായിരുന്നു ഇത്. നിയോഗ പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? വചനത്തിൽ ജീവിതം കൊടുത്ത്, പ്രാർത്ഥന കൊടുത്ത് സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. സ്വർഗത്തിലെ ദൈവം അത് അനുഗ്രഹമായി മാറ്റും. സന്തോഷത്തോടെ വിശ്വാസത്തോടെ ഏറ്റെടുത്ത ഈ 24 ദിവസം ദൈവം നടത്തിയ ഈ വചന ശുശ്രൂഷ 2 കൈയും നീട്ടി സ്വീകരിച്ച, അംഗീകരിച്ച, വില കൊടുത്ത എല്ലാവർക്കും, ഓരോ കുഞ്ഞുങ്ങൾക്കും, ഓരോ വ്യക്തികൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദിയും സ്നേഹവും ബഹുമാനവും പ്രാർത്ഥനയും ദൈവ അനുഗ്രഹവും അറിയിക്കുന്നു. കർത്താവേ, ഈ 24 ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി. കർത്താവേ, ഈ ലോകത്തിലുള്ള എത്രയോ വ്യക്തികൾ, എത്രയോ കുടുംബങ്ങൾ ഈ വചന ശുശ്രൂഷയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം ആരംഭിക്കുകയാണ്. ദൈവമേ, അങ്ങേക്ക് നന്ദി പറയുന്നു. സാധാരണക്കാരിയായ ഒരു വ്യക്തിയെ അങ്ങയുടെ വചനം കൊടുക്കുവാൻ, പറയുവാൻ ദൈവമേ അങ്ങ് നിയോഗിച്ചതിന്, പ്രയോജനപ്പെടുത്തിയതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത്രയും വ്യക്തികളെ, ഇത്രയും കുടുംബങ്ങളെ ഈ വചന ശുശ്രൂഷ ഒരുക്കി കൊണ്ടുവന്നതിനെ ഓർത്ത് കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ, മാതാപിതാക്കൾ, അപ്പച്ചന്മാർ, അമ്മച്ചിമാർ എന്നിങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു മനസ്സോടെ കണ്ട് ആത്മീയ കുടുംബത്തോടെ ഞങ്ങളെ ചേർത്ത് നിർത്തിയതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഈ കുടുംബം അങ്ങയുടേതാണ്. ഈ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ അങ്ങയുടെ സ്വന്തമാണ്. വചനത്തിനായി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ അങ്ങയുടേതാണ്. അങ്ങയുടെ സ്നേഹത്തിൻ്റെ തണലിലാണ് ഇവർ ഉള്ളത്. അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ തണലിലാണ് അവർ വസിക്കുന്നത്. കർത്താവെ, അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദി. കർത്താവേ, നന്ദി പറയുന്നു. അങ്ങ് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. സാധാരണക്കാരായ, യോഗ്യതയില്ലാത്ത എന്നെ ഈ നിയോഗ പ്രാർത്ഥനയ്ക്കായി കണ്ടതിന്, എന്നെ ഇതിനു വേണ്ടി പ്രയോജനപ്പെടുത്തിയതിന് അങ്ങേക്ക് 1000 നന്ദി. ഈ വചനം, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഈ ജനത്തിന് നന്ദി. എൻ്റെ ഈ വചനവും പ്രാർത്ഥനയും അവർ സ്വീകരിച്ചതിന് നന്ദി. ഇപ്പോൾ നിയോഗ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടയാളമായ കുരിശടയാളം വരച്ച്, യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ഇപ്പോൾ നമ്മൾ തിരുവചന ഭാഗം വായിക്കാൻ പോവുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 6 വരെയുള്ള വാക്യങ്ങൾ. മോശ തൻ്റെ അമ്മായിയപ്പനും മിദിയാനിലെ പുരോഹിതനുമായ
ജെത്രോയുടെ ആടുകളെ മേയിച്ച് കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി. മുൾപ്പടർപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് ഒന്ന് കാണട്ടെ. മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അവൻ അത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു. മോശേ, മോശേ. അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. അവിടുന്ന് അരുളി ചെയ്തു, അടുത്ത് വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. മോശ മുഖമറച്ചു ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, 24 ദിവസം വചനം കേട്ട നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. നിങ്ങളുടെ ഭവനം മുൾപ്പടർപ്പ് പോലെയാണ്. പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പലതും നിന്ന് കത്തുകയാണ്, പക്ഷെ ചാമ്പലാകില്ല. മൂക്കോളം എത്തിയാലും മുങ്ങില്ല. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും തകരില്ല. എന്തിനാണ് ഇത് മോശ കാണിച്ചത്? മോശയ്ക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ തകരുന്ന ഒരു അനുഭവമുണ്ടായി. ഫറവോയുടെ അടുത്തു നിന്ന്, തൻ്റെ സഹപ്രവർത്തകരുടെ അടുത്തു നിന്നും പലരും മോശയെ പിറുപിറുത്തു, കളിയാക്കി, കുറ്റപ്പെടുത്തി. അങ്ങനെ പല സംഭവങ്ങളുമുണ്ട്. മനുഷ്യരുടെ മുൻപിൽ മോശ പറഞ്ഞിട്ടുണ്ട്, എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നുവരെ മോശ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. മോശയ്ക്ക് അന്ന് കത്തുന്ന അനുഭവമുണ്ടായി. പക്ഷേ മോശയുടെ ജീവിതം കത്തിച്ചാമ്പലായില്ല. പ്രശ്നങ്ങളുടെ മുൻപിലും പിടിച്ചു നിന്നത് ദൈവ സാന്നിധ്യമുള്ള മോശയാണ്. ദൈവ സാന്നിധ്യം, ദൈവം വചനം കേട്ട നിങ്ങൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സാഹചര്യങ്ങളിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, അവിടെ എല്ലാം ചില അനുഗ്രഹത്തിൻ്റെ കത്തലുകൾ, അടയാളങ്ങൾ കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ കാണും. മുൾപ്പടർപ്പാണേലും ദൈവം നിന്നിലേക്ക് അയക്കുന്നൊരു തീയുണ്ട്. അത് അനുഗ്രഹത്തിൻ്റെ തീയാണ്, നിന്നെ ചാമ്പലാക്കുന്ന തീയല്ല. മറ്റുള്ളവർ പറയും, ഇതൊക്കെ പെട്ടെന്ന് കത്തിച്ചാമ്പലായി പോകുമെന്ന്. നോക്കാം, നമുക്ക് കണ്ടുനിന്ന് മനസ്സിലാക്കാം. ദൈവ സാന്നിധ്യമുള്ളവർ, ദൈവവചനമുള്ളവർ ചാമ്പലാകില്ല. പലരും നിന്ന് കത്തിക്കും, പലരും പല അഭിപ്രായങ്ങൾ പറയും, പലരും ട്രോൾ വരെ ഇറക്കും, പലരും ഊമ കത്തെഴുതും, പലരും പലതും പറഞ്ഞ് നാട് മുഴുവൻ നോക്കി നടക്കാൻ പറ്റാത്ത വിധത്തിൽ കളിയാക്കപ്പെടും. നിന്ന് കത്തും, നിന്ന് ഉരുകും, പക്ഷേ ചാമ്പലാകില്ല. ഉയർത്തെഴുന്നേൽക്കും, കാരണം അവൻ നിന്ന് കത്തുന്നതേ കാണുന്നുള്ളൂ. മുൾപ്പടർപ്പ് കത്തുന്നത്, അതിനകത്ത് ഒരു സ്വരം കേൾക്കുക, ദൈവത്തിൻ്റെ സ്വരം. മോശേ, മോശേ എന്ന് വിളിച്ചു. ഇതുപോലെ അത്ഭുതപ്പെടുത്തും. മറ്റുള്ളവർ നിന്റെ ജീവിതത്തെ അത്ഭുതത്തോടെ നോക്കും. ഞാനും നിങ്ങളും മുൾപ്പടർപ്പാണ്. നാളെ ഒരു സമയത്ത് അത്ഭുതത്തോടെ നിങ്ങളുടെ അയൽവാസികൾ, കുടുംബക്കാർ, സ്വന്തക്കാർ, പരിചയക്കാർ എല്ലാവരും നിങ്ങളെ അത്ഭുതത്തോടെ നോക്കും. നിങ്ങൾ അവരോട് പറയണം, അകത്തു നിൽക്കുന്നത് ദൈവ സാന്നിധ്യമാണെന്ന്. എൻ്റെ ജീവിതം ഇങ്ങനെ ഉയർത്തി നിൽക്കാൻ കാരണം ആ സാന്നിധ്യമാണ്. പണ്ടേ ഞാൻ ചാമ്പലായി പോകേണ്ടതായിരുന്നു, ഞാൻ തകർന്നു പോകേണ്ടതായിരുന്നു.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനം വായിക്കണം. നിങ്ങളുടെ നിയോഗം ഈ വചനത്തോട് ചേർത്ത് വയ്ക്കണം. രോഗം കൊണ്ട്, പ്രശ്നങ്ങൾ കൊണ്ട്, പ്രതിസന്ധി കൊണ്ട്, വിമർശനങ്ങൾ, വെല്ലുവിളികൾ, കളിയാക്കലുകൾ, ഒറ്റപ്പെടലുകൾ, ജോലിയില്ല, സൗന്ദര്യമില്ല, വാഹനമില്ല, വീടില്ല, അങ്ങനെയുള്ള 100 കാര്യങ്ങൾ. പലരും പലരുടെയും വാക്കുകൾ കേട്ട് നിന്ന് കത്തുന്നുണ്ട്, ഉരുകുകയാണ്. പക്ഷെ ചാമ്പലാകില്ല. നീ മുൾപ്പടർപ്പാണെന്നും പറഞ്ഞ് പുറം കാലുകൊണ്ട് ചവിട്ടാൻ വരട്ടെ. നിന്നിലുള്ള ദൈവ സാന്നിധ്യം കണ്ട് അത്ഭുതപ്പെട്ട് നോക്കാൻ വരുന്നവരോട് ദൈവം സംസാരിക്കും. കാണാൻ വന്ന മോശയോട് ദൈവം പറഞ്ഞു, മോശെ, ചെരിപ്പഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഒരു മുൾപ്പടർപ്പായിരുന്ന സ്ഥലം അത്രയും പരിശുദ്ധമായി മാറി. എൻ്റെ കുടുംബം അനുഗ്രഹമുള്ള സ്ഥലമായി മാറും. വചനം കേട്ട് നിങ്ങളുടെ വീട് പരിശുദ്ധമായി മാറും. കുഞ്ഞുങ്ങളും അങ്ങനെയായി മാറും. നിങ്ങളുടെ സാഹചര്യങ്ങളും പരിശുദ്ധമായി മാറും. പരിശുദ്ധമായി മാറിയ 24 ദിവസത്തെ വചനം കേട്ട് മുറികളിലും നിങ്ങളുടെ സാഹചര്യങ്ങളും പരിശുദ്ധമായി മാറും. അവൻ തൻ്റെ വചനമയച്ച് എല്ലാവരെയും വിശുദ്ധീകരിക്കും. എല്ലാവർക്കും നമ്മുടെ നിയോഗങ്ങളെ ഈ വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ആ തിരുവചനത്തിൽ നിങ്ങളുടെ നിയോഗ പേപ്പർ വെച്ച് കുരിശടയാളം വരച്ച് നമുക്ക് നിയോഗ പ്രാർത്ഥന ചൊല്ലാം. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ. വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ഇത് സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.